അടുത്ത പ്രോബ്ലം നോക്കാം. എ കാസ്റ്റ് iron hollow circular cylinder of outside diameter 75 mm and inside diameter 60 mm of length 600 mm is subject to an axial compressive load of 50 kilonewton. Axial compressive load of 50 kilonewton. Neglecting the possibility of buckling of the cylinder, determine the direct stress and reduction in length of the cylinder under this load. The modulus of velocity of the cast iron is 100 GPa. Okay, so ചോദ്യം കണ്ടു. അപ്പോൾ നമ്മൾ ജസ്റ്റ് വായിക്കുക. കാസ്റ്റ് iron ഓഫ് ഹോളോ സിലിണ്ടർ ആണ്. ഹോളോ സിലിണ്ടർ, അതായത് സെൻറ്റർ എന്തായിരിക്കും? ഹോൾ ആയിരിക്കും. അതിൻ്റെ സെൻറ്ററിൽ ഹോൾ ആയിരിക്കും, എം ടി ആയിരിക്കും. ഓക്കെ, ഓഫ് ഔട്ട്സൈഡ് ഡയമീറ്റർ 75 mm. ഔട്ട്സൈഡ് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഏത് ഡയമീറ്റർ ആണ് വരിക? ഔട്ട്സൈഡ് ഡയമീറ്റർ പറഞ്ഞാൽ ദി ഡയമീറ്റർ, ഔട്ട്സൈഡ് ഡയമീറ്റർ, പുറമേയുള്ള ഡയമീറ്റർ. ഞാൻ അതിന് ഡി ഒ എന്ന് കൊടുത്തു കേട്ടോ, ഔട്ട്സൈഡ് കാരണം ഡി ഒ. ഓക്കെ, അത് തന്നിട്ട് എത്രയാ? 75 mm. സോ ഡി ഒ ഈക്വൽ ടു 75 mm. ഔട്ട്സൈഡ് ഡയമീറ്റർ കൊടുത്തു. അടുത്ത ഏതാ? ഇൻസൈഡ് ഡയമീറ്റർ. ഓക്കെ, ഇൻസൈഡ് ഡയമീറ്റർ ഇത് അല്ലേ? ഇൻസൈഡ് ഡയമീറ്റർ എത്രയാണെന്നാണ്? അത് ഞാൻ ഡി ഐ എന്ന് കൊടുത്തു, ഡി ഐ. സോ ഇൻസൈഡ് ഡയമീറ്റർ ഡി ഐ എത്രയാണ് വരുന്നത്? അതിൻ്റെ വാല്യൂ തന്നത് എത്രയാണ്? 60 mm. 60 mm. അതായത് ഈ ഈ സർക്കിളിൻ്റെ ഡയാമീറ്റർ വന്നിട്ടുണ്ട്. ഈ സർക്കിളിൻ്റെ ഡയാമീറ്റർ എത്രയാ? അതിൻ്റെ ഡയാമീറ്റർ 60 mm എന്നും പുറമേയുള്ള സർക്കിൾ ഡയമീറ്റർ, ഔട്ട്സൈഡ് ഡയമീറ്റർ എത്രയാണെന്നാണ്? ഈ ഡയമീറ്റർ എന്ന വാല്യൂ, അതിൻ്റെ വാല്യൂ 75 mm തന്നിട്ടുണ്ട്. ഓക്കെ, ലെങ്ത്ത് തന്നിട്ടുണ്ട്. ലെങ്ത്ത് എത്രയാ? 600 mm. സോ എൽ ലെങ്ത്ത് ഈക്വൽ ടു 600 mm. ലെങ്ത്ത് ഈക്വൽ ടു 600. സോ ഇതാണ് ലെങ്ത്ത് വിചാരിക്കുക. ലെങ്ത്ത് ഈക്വൽ ടു 600 mm. ലെങ്ത്ത് തന്നിട്ടുണ്ട്. ഓക്കെ, സബ്ജക്റ്റ് ടു an axial compressive load. സോ ഒരു കംപ്രസീവ് ലോഡാണ് കൊടുക്കുന്നത്. നേരത്തെ കൊടുത്ത ടെൻഷൻ ആയിരുന്നു, ഇതിപ്പോൾ ഇതാ കംപ്രസീവ് ലോഡാണ്. കംപ്രസീവ് ലോഡ് എന്തായാലും അർത്ഥം ഉള്ളിലേക്കല്ല പോകെ ലോഡ്. സോ ലോഡ് അപ്ലൈ ചെയ്ത് ഇങ്ങനെയാണ് വരാം. ലോഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ, കംപ്രസീവ്. അവിടുന്ന് എന്ത് ചെയ്യും? കംപ്രസ് ആവും. ഒരു കംപ്രസീവ് ലോഡ്, അതാണ് പി. എത്ര എന്നുണ്ട്? എത്രയാ? 50 kN. സോ പി ഈക്വൽ ടു 50 kN. ഇവിടെ ഏതാണ്? പി ഈക്വൽ ടു 50 kN. കിലോ ന്യൂട്ടൺ ആണ്. എന്താക്കണം അപ്പോൾ? ന്യൂട്ടൺ ആക്കണം. സോ 50 × 10⁻³ ന്യൂട്ടൺ. ഓക്കെ, എന്ത് സംഭവിക്കും? ഈ മെറ്റീരിയലിൽ ഇത് ലോഡ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിൻ്റെ ലെങ്ത്ത് കുറയും അല്ലേ? ലെങ്ത്ത് കുറയും. കംപ്രസീവ് നാച്ചുറൽ അല്ലേ? ലെങ്ത്ത് കുറയും. ഇങ്ങനെയായിരുന്നു അതിൽ ലെങ്ത്ത് എന്ത് ചെയ്യും? ഇത്ര ലെങ്ത്ത് എന്ത് ചെയ്യും? കുറയും. അതാണ് ഡെൽറ്റ എൽ അല്ലേ? ഇവിടെ ഉണ്ടായിരുന്നു, ഇത്ര ഉണ്ടായിരുന്നു, അത്രയും ഭാഗത്തുനിന്ന് ഇത്രയും ഡിസ്റ്റൻസ് എന്ത് ചെയ്തു? കുറഞ്ഞു ലോഡ് കാരണം. അതാണ് ഡെൽറ്റ എൽ. സോ കണ്ടുപിടിക്കണം എന്താ? നെഗ്ലക്റ്റിംഗ് ദ പോസിബിലിറ്റി ഓഫ് ബക്ലിംഗ് ഓഫ് ദി സിലിണ്ടർ, ഡിറ്റർമൈൻ ദി ഡയറക്റ്റ് സ്ട്രെസ്. ഡയറക്റ്റ് സ്ട്രെസ് എന്താണ്? സിഗ്മ. ആൻഡ് റിഡക്ഷൻ ഇൻ ലെങ്ത്. കണ്ട ഈ ടേം നോക്കുക, റിഡക്ഷൻ ഇൻ ലെങ്ത്. എത്ര റിഡക്ഷൻ സംഭവിച്ചു? ഓക്കെ, റിഡക്ഷൻ എന്താണ്? അതാണ് ഡെൽറ്റ എൽ അല്ലേ? അതാണ് ഡെൽറ്റ എൽ. റിഡക്ഷൻ എത്ര ലെങ്ത് കുറഞ്ഞു, അതാണ് ഇലോങ്ങേഷൻ അല്ലെങ്കിൽ റിഡക്ഷൻ ഇൻ ലെങ്ത്. ഇലോങ്ങേഷൻ വരാം എക്സൈൽ പുള്ളാണെങ്കിൽ, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത്. എത്ര ലെങ്ത് ചേഞ്ച് ചെയ്തു? ആദ്യം 600 ആയിരുന്നു, അതിൽ എത്ര കുറഞ്ഞു? ഓഫ് ദി സിലിണ്ടർ അണ്ടർ ദിസ് ലോഡ്, ഈ ലോഡ് മൂലം. ദ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് കാസ്റ്റിംഗ് ഈസ് 100 GPa. സോ ഈ തന്നിട്ടുണ്ട്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് കാസ്റ്റ് ആണ് കേട്ടോ. കാസ്റ്റ് ചെയ്യണം എത്രയാ? 100 GPa. GPa എന്ന് പറഞ്ഞാൽ ജിഗാ പാസ്കൽ ആണ്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? ഫസ്റ്റത്തെ എന്താ? ഡയറക്റ്റ് സ്ട്രെസ് കണ്ടുപിടിക്കണം. സോ സിഗ്മ നമുക്ക് കണ്ടുപിടിക്കണം. പിന്നെ കണ്ടുപിടിക്കണം ഡെൽറ്റ എല്ലും കണ്ടുപിടിക്കണം. ഈ രണ്ട് കാര്യമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഗിവൺ ഡാറ്റ എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻസ് ഓരോടെ നോക്കാം. ഓക്കെ, നോക്കിയേ, ഇന്ന് ഏരിയ കണ്ടുപിടിക്കണം നമുക്ക്. ഏരിയയുടെ ഏത് ഏരിയ എടുക്കുക? ഇതാണ് ക്രോസ് സെക്ഷൻ ഏരിയ. ഈ ക്രോസ് സെക്ഷനിൽ ഇത്രയും ഭാഗം എന്താണ്? എം ടി ആണ്. ഇതേ ഈ യെല്ലോ കളർ ഭാഗം എന്താ? എം ടി ആണ്. അപ്പോൾ അവിടെ ഏരിയ ഇല്ല, ആ ഭാഗത്ത് ഏരിയ ഇല്ല. അപ്പോൾ നമുക്ക് വേണ്ടത് ഏത് ഏരിയ ആണ് വേണ്ടത്? നമുക്ക് വേണ്ടത് ഏരിയയാണ്, നമുക്കിത് ഈ ഏരിയ ആണ് വേണ്ടത് അല്ലേ? ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന ഈ ഏരിയ ആണ് വേണ്ടത്. ഗ്രീൻ കളറിലെ ഭാഗത്തെ ഏരിയ ഉള്ളൂ, ബാക്കി യെല്ലോ കളർ എന്താ? എം ടി ആണ്.
സോ അവിടെയാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. സിലിണ്ടർ അല്ല, ഹോളോ സിലിണ്ടർ അല്ല. സോ ആ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? ആ ഏരിയക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ ഏരിയ ഏതാ? ടോട്ടൽ ഏരിയ മൊത്തം ഏരിയ, അതായത് സർക്കിളിൻ്റെ ടോട്ടൽ ഏരിയ എടുക്കുക. അത് എന്ത് ചെയ്യുക? സ്മോൾ സർക്കിളിൻ്റെ ഏരിയ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. ഈ സാധനം എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യും? അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഈ ഏരിയ കിട്ടും അല്ലേ? ടോട്ടൽ ഏരിയന്ന് സ്മോൾ ഏരിയ, സ്മോൾ റേഡിയസ്, സ്മോൾ സർക്കിളിൻ്റെ ഏരിയ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് ചെയ്യും? ഈ ഗ്രീൻ കളർ കിട്ടും. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ടോട്ടൽ ഏരിയ എടുക്കുക, അതിൽ നിന്ന് ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കുക, ഫുൾ ഏരിയ കണ്ടുപിടിക്കുക. അതെന്ത് ചെയ്യുക? സ്മോൾ ഏരിയ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അതാണ് ബേസിക് ഇക്വേഷൻ. സോ നമുക്കറിയാം സർക്കിളിൻ്റെ ഏരിയ എന്താ? ഔട്ട്സൈഡ് ഏരിയ, ഔട്ട്സൈഡ് സർക്കിളിൻ്റെ ഏരിയ AO എന്ത് വരും? 5/4 TO സ്ക്വയർ അല്ലേ? എന്തായിരിക്കും ഇൻസൈഡ് ഏരിയ? ഇൻസൈഡ് ഏരിയ എന്താ? 5/4 D1 സ്ക്വയർ അല്ലേ? ടോട്ടൽ ഏരിയ ഇതാണ് ടോട്ടൽ ഏരിയ. അതിന് എന്ത് ചെയ്യുക? ടോട്ടൽ ഏരിയ എന്ന് വെച്ചാൽ A0 ഔട്ട്സൈഡ് ഏരിയ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക? ഔട്ട്സൈഡ് ഏരിയയിൽ നിന്ന് ഈ ഏരിയ എന്ത് ചെയ്യുക? ഇൻസൈഡ് ഏരിയ മൈനസ് ചെയ്യുക. സോ ഏരിയ ഈക്വൽ ടു ഔട്ട്സൈഡ് ഏരിയയിൽ നിന്ന് ഇൻസൈഡ് ഏരിയ മൈനസ് ചെയ്യുക. ബേസിക് ലോജിക്കാണ്. സോ AO എന്ന് പറഞ്ഞാൽ എന്താ? 5/4 DO സ്ക്വയർ മൈനസ് AI എന്താ? ഇൻസൈഡ് ഏരിയ ആണ്. എന്ത് വരും? 5/4 DI സ്ക്വയർ. അതായത് ഈ ചെറിയ സ്ക്വയർ, ഉള്ളിലത്തെ സ്ക്വയർ, ഇത് അല്ലേ? ഈ ഏരിയ കുറച്ചു. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഇക്വേഷൻ? 5/4 5/4 ഉണ്ട്, പുറത്തേക്ക് എടുത്തു. സോ 5/4 ബാക്കി ആരൊക്കെ വരും? DO സ്ക്വയർ ഔട്ട്സൈഡ് ഏരിയ സ്ക്വയർ മൈനസ് DI സ്ക്വയർ ഡയമീറ്റർ ഓഫ് ഇൻസൈഡ്. ഇതാണ് നമ്മുടെ എന്ത് ഏരിയ? ഏരിയയുടെ ഇക്വേഷൻ വരാം. ക്രോസ് സെക്ഷൻ ഏരിയയുടെ ഇക്വേഷൻ വരാം. എങ്ങനെ ഏരിയയുടെ ഇക്വേഷൻ വന്ന കാരണം എന്താ? ഇവിടെ ഹോളാണ്. ഫുൾ സർക്കിൾ ആണെങ്കിൽ നമുക്ക് ഫുൾ സർക്കിൾ ഔട്ട്സൈഡ് ഏരിയ എടുത്താൽ മതിയായിരുന്നു, ഔട്ട്സൈഡ് ഏരിയ എടുത്താൽ മതി. പക്ഷെ ഇവിടെ എന്താ? ഇവിടെ സെൻറ്ററിൽ ഒരു ഹോളാണ്. ഹോള് അതായത് കാണാം, ഹോളോ സിലിണ്ടർ തന്നിട്ടുണ്ട്. ഹോളോ സിലിണ്ടർ സെൻറ്ററിൽ എന്താ? അവിടെ ഒന്നുമില്ല, ഏരിയ ഇല്ല. സോ നമുക്ക് ആവശ്യമുള്ളത് എന്താ? ഈ ഗ്രീൻ കളർ ഏരിയ നമുക്ക് ആവശ്യമുള്ളൂ. ആ ഏരിയ കണ്ടുപിടിക്കൽ ഇക്വേഷൻ എന്താ? ടോട്ടൽ ഏരിയന്ന് ആ ചെറിയ ഏരിയ എന്ത് ചെയ്യുക? കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? കുറയ്ക്കുക. ഒന്നെങ്കിൽ നമുക്ക് രണ്ട് ഏരിയ കണ്ടുപിടിച്ച് കുറയ്ക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻ ഇട്ടിട്ട് ഈ ഇക്വേഷൻ ചെയ്യാം. ഓക്കെ, പക്ഷേ ഈ ഇക്വേഷൻ ഉപയോഗിക്കണം കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ വാല്യൂ ആയിട്ട് കൊടുക്കാം. സോ ഏരിയയുടെ ഇക്വേഷൻ എന്താ? ഏരിയ A ഈക്വൽ ടു എന്ത് വരും? 5/4 ഇൻറ്റു ഓക്കെ ഡി ഔട്ട്സൈഡ് ഡയമീറ്റർ എത്രയാണ്? ഔട്ട്സൈഡ് ഡയമീറ്റർ എത്രയായിരുന്നു? ഔട്ട്സൈഡ് ഡയമീറ്റർ എത്രയായിരുന്നു? 75 അല്ലേ? സോ 75 mm ആണ്, മാറ്റേണ്ട ആവശ്യമില്ല. സ്ക്വയർ മൈനസ് ഇൻസൈഡ് ഡയമീറ്റർ എത്രയായിരുന്നു? ഇൻസൈഡ് എത്രയാ? 60 mm. സോ 60 mm സ്ക്വയർ 60 സ്ക്വയർ. ഇത് ചെയ്യുമ്പോൾ ഏരിയയുടെ വാല്യൂ എനിക്ക് അറൗണ്ട് 1589.6 mm സ്ക്വയർ കിട്ടും. ഓക്കെ, അപ്പോൾ ഏരിയ കിട്ടി. അപ്പോൾ നമുക്ക് എല്ലാം കിട്ടി, ഒരുവിധം എല്ലാ വാല്യൂം കിട്ടി. ഏരിയ കിട്ടി, പി കിട്ടി, എൽ കിട്ടി, ഡി കിട്ടി. ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് സ്ട്രെസ് ആണ്. സോ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ട സ്ട്രെസ് ഡയറക്റ്റ് സ്ട്രെസ് ആണ്, സിഗ്മ. ഇക്വേഷൻ എന്താ? P/A. പി അറിയാം, പി എത്രയായിരുന്നു? കംപ്രസീവ് ലോഡാണ് അല്ലേ? പി എത്ര വാല്യൂ? 50 kN. സോ 50 × 10⁻³ ഡിവൈഡ് ബൈ 50 × 10 പി തന്നുണ്ട്, കണ്ടുപിടിച്ചിട്ടുണ്ട്. 50 × 10⁻³ ഡിവൈഡ് ബൈ ഏരിയ കിട്ടി എത്രയാ? 1589. സോ 1589.6 ഈക്വൽ ടു എന്ത് വരും? സിഗ്മയുടെ വാല്യൂ എന്ത് വരും നമുക്ക്? 31.45 Nm² നമുക്ക് കിട്ടി. സോ സിഗ്മയുടെ വാല്യൂ കിട്ടി. അടുത്ത രണ്ടാമത്തെ എന്താ കണ്ടുപിടിക്കേണ്ടത്? റിഡക്ഷൻ ഇൻ ലെങ്ത് അല്ലേ? റിഡക്ഷൻ ഇൻ ലെങ്ത്, അതാണ് നമ്മുടെ എന്ത്? ഡെൽറ്റ എൽ. സോ റിഡക്ഷൻ ഇൻ ലെങ്ത് രണ്ടാമത് വിളിക്കുന്നത് റിഡക്ഷൻ ഇൻ ലെങ്ത്. എന്തുകൊണ്ട് റിഡക്ഷൻ വന്നേ? കംപ്രസീവ് ലോഡാണ്, അതോടെ റിഡക്ഷൻ വന്ന്. റിഡക്ഷൻ ഇൻ ലെങ്ത് അതാണ് ഡെൽറ്റ എൽ. സോ ഡെൽറ്റ എൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഡെൽറ്റ എല്ലിൻ്റെ ഇക്വേഷൻ എന്താ? നമുക്കറിയാം, PL/A പഠിച്ചിട്ടുണ്ട് അല്ലേ? നിങ്ങൾ എക്സാമിൽ ഇരിക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്യുക? ബേസിക് ഇക്വേഷൻസ് ഇവിടെ എഴുതുക. സിഗ്മ ഈക്വൽ ടു P/A എഴുതുക. ഓക്കെ, സ്ട്രെയിൻ്റെ ഇക്വേഷൻ എപ്സിലോൺ ഈക്വൽ ടു ഡെൽറ്റ L/L. ഓക്കെ, ക്യാപിറ്റൽ എയുടെ ഇക്വേഷൻ എന്താ? സിഗ്മ/എപ്സിലോൺ. ഓക്കെ, പിന്നെന്താ? ഡെൽറ്റ എല്ലിൻ്റെ ഇക്വേഷൻ എന്താ? PL/A. ഇത്ര ഇക്വേഷൻ സൈഡിൽ എഴുതി വയ്ക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻ എന്ത് ചെയ്യുക? എടുത്ത് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ എനിക്ക് എന്താ? ഡെൽറ്റയുടെ ഡയറക്റ്റ് ഇക്വേഷൻ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? പി അറിയാം, പി എത്രയാ? 50 × 10⁻³
ലെങ്ത് എത്രയാ? ലെങ്ത് ഒറിജിനൽ ലെങ്ത് അല്ലേ? എത്രയാ? 600 mm. അപ്പോൾ അത് എഴുതാം. 600 ഡിവൈഡ് ബൈ ഏരിയ നമുക്ക് കണ്ടുപിടിച്ചിട്ട് എത്രയാ? 1589. 1589.6. ഓക്കെ, ഇൻറ്റു. ഇനി നോക്കേണ്ട കാര്യമാണ് ഇ. ക്യാപിറ്റൽ ഇ നമ്മൾ നോക്കിയാൽ ഇവിടെ നോക്കാം. ക്യാപിറ്റൽ ഇ എങ്ങനെയാണെന്നാണ്? ക്യാപിറ്റൽ ഇ 100 GPa ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞു 1 കിലോ എന്ന് പറഞ്ഞാൽ 10⁻³ ആണ്. 1 മെഗാ എന്ന് പറഞ്ഞാൽ 10⁻6 ആണ്. 1 ജിഗ എന്ന് പറഞ്ഞാൽ 10⁻9 ആണ്. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ജിഗ അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം? 10⁻9 പാസ്കൽ എന്നിടാം. ഓക്കെ, എന്താ പാസ്കൽ എന്ന് പറഞ്ഞാൽ? 10⁻9 Nm/m² ആണ്. നമുക്ക് ഇതൊക്കെ എന്താ കിട്ടിയാണ്? 600 mm ആണ് അല്ലേ? എല്ലാം മില്ലിമീറ്ററാ. ഇതെന്തിലാ? മില്ലിമീറ്റർ² ആണ്. സോ മീറ്റർ² എന്താക്കണം? മില്ലിമീറ്റർ² ആക്കണം. അപ്പോൾ എന്ത് ചെയ്യാം? ഒന്നല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 10⁻9 അല്ലേ? 10⁻9 മില്ലിമീറ്റർ അല്ലേ? Nm/. എനിക്കറിയാം ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻³ എന്താണ്? മില്ലിമീറ്റർ ആണ്. സോ ഒരു മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10⁻6 mm² ആണ്. അതായത് ഇതിൻ്റെ ഇൻറ്റു മൾട്ടിപ്പിൾ ചെയ്യാം. ഓക്കെ, ഇവിടെ എന്താ? മീറ്റർ സ്ക്വയർ അല്ലേ? അപ്പോൾ എന്ത് വരും? 10⁻6 mm² എന്ന് വരും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? 10⁻9 10⁻6 ബാക്കി എത്ര ഉണ്ട്? ബാക്കി എത്ര വരും? 6. അപ്പോൾ 10⁻3 വരും അല്ലേ? മുകളിൽ 10⁻9 ഉണ്ട്, അടിയിൽ 10⁻6 ഉണ്ട്. സോറി, ഇവിടെ 100 GP ആണ് കേട്ടോ. സോ 100 ഇൻറ്റു വരും. ഇവിടെ 100 ഇൻറ്റു വരില്ലേ? ഇവിടെ 100 ഇല്ലേ? GPa 10⁻9. സോ ഇൻറ്റു ഒരു ഇവിടെ 100 ഉണ്ട് കേട്ടോ, മറന്നു. ഇവിടെ 100 ഇൻറ്റു 10⁻9 ആണ്. അത് 100 GP ആണ്. 1 GP എന്നല്ല, 100 GP ആണ്. സോ ഇവിടെ എന്ത് വരും? 100 ഇൻറ്റു 10⁻9 ആണ് അല്ലേ? ഈക്വൽ ടു ഡിവൈഡ് ബൈ 10⁻6. സോ 10⁻6 10⁻9. അപ്പോൾ എത്ര പൂജ്യം പോകും ബാക്കി? അപ്പോൾ എന്ത് വരും? ഇവിടെ 6 പൂജ്യം ഉണ്ട്, ഇവിടെ 9 പൂജ്യം ഉണ്ട്. സോ ഇത് വെട്ടി കളയുമ്പോൾ എന്ത് വരും ബാക്കി? ഇവിടെ 3 പൂജ്യം വരും. സോ എന്ത് വരും? 100 ഇൻറ്റു 10⁻3 Nm/m². ഇതാണ് നമ്മൾ എന്ത് വരിക? ഈയുടെ വാല്യൂ വരിക. ഒന്ന് മാറ്റണം മില്ലി, കാരണം ഇവിടെ മീറ്റർ സ്ക്വയർ ആണ്. മീറ്റർ സ്ക്വയർ എന്താക്കണം? മില്ലിമീറ്റർ² ആക്കണം. ഓക്കെ, അതിന് നമുക്ക് വേറൊരു കാര്യം അറിയാം. വേറെ എന്തായിരുന്നു? വേറെ നോക്ക്. നമുക്കൊരു വേറെ കാര്യം എന്താ? നമുക്കറിയാം 1 MPa എന്ന് പറഞ്ഞാൽ എന്താ? 1 Nm/mm² എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? 1 MPa എന്താ? 1 MPa എന്താ? 1 MPa എന്ന് പറഞ്ഞാൽ എന്താണ്? 10⁻6 പാസ്കൽ ആണ് അല്ലേ? ഓക്കെ, അങ്ങനെ ഈ 1 GPa എന്ന് പറഞ്ഞാൽ എന്താ? 10⁻9 പാസ്കൽ ആണ്. ഓക്കെ, 10⁻9 പാസ്കൽ. അതായത് 1 കഴിഞ്ഞിട്ട് എത്ര പൂജ്യം ഉണ്ട്? 9 പൂജ്യം ഉണ്ട്. 1 2 3 4 5 6 7 8 9. ഓക്കെ, നോക്കിയേ, 10⁻6 പാസ്കൽ അല്ലേ? സോറി, 10⁻6 പാസ്കൽ. ഓക്കെ, 1 MPa എന്ന് പറഞ്ഞാൽ 10⁻6 ആണ്. സോ 10⁻6 അവിടെ വരുന്നുണ്ട്. 1 2 3 4 5 6. ദേ ഇത്രയും ഭാഗം എന്താ? MPa ആണ്. ഓക്കെ, ബാക്കി എന്ത് വരും? 10⁻3 അല്ലേ? ബാക്കി എന്താ? 10⁻3 ഉള്ളൂ. അപ്പോൾ ഇത്രയും 10⁻3 എന്താ? MPa ആണ്. അപ്പോൾ എന്ത് ചെയ്യാം? 10⁻3 എന്ത് ചെയ്യാം? Nm/m² എന്ന് എടുക്കാം. അതായത് 1 GPa എന്ന് പറഞ്ഞാൽ 10⁻3 Nm/m². അങ്ങനെ നമുക്ക് എടുക്കാം അല്ലേ? അപ്പോൾ എന്താ? ഈയുടെ വാല്യൂ എന്താ? 100 GP ആണ് അല്ലേ? 100 GP ആണ്. ഓക്കെ, 1 GPa എന്താ? 10⁻3 Nm/m². അപ്പോൾ എന്ത് ചെയ്യാം? 100 ഇൻറ്റു 10⁻3 Nm/m². അങ്ങനെ നമുക്ക് എടുക്കാം. ഓക്കെ, ഒന്നല്ലെങ്കിൽ ഇത് ഈ വാല്യൂ പഠിക്കുക കാണാണ്ട്. 1 GPa എന്ന് പറഞ്ഞാൽ 10⁻3 Nm/m² എന്ന് പഠിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? നേരത്തെ പോലെ കൺവേർഷൻ ചെയ്യാൻ പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈയുടെ വാല്യൂ കിട്ടി. എത്രയാ ഈയുടെ വാല്യൂ? 10⁻3 Nm/m². സോ ഞാൻ എന്ത് ചെയ്യുക? ഈയുടെ വാല്യൂ ഇവിടെ കൊടുക്കാൻ പോകണം കേട്ടോ. അതെ, നമ്മുടെ വാല്യൂ ഇവിടെയാണ്. സോറി, മാക്കണ്ടേ.
ഓക്കെ, സോ എന്ത് ചെയ്യാം, ഞാൻ ഈയുടെ വാല്യൂ എടുക്കാൻ പോവാണ്. ഈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈയുടെ വാല്യൂ എടുക്കുക. ഈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ, ഈ എന്ന് പറഞ്ഞാൽ 100 GPa ആണ്. നമ്മൾ ചാർജ് ചെയ്തു. അപ്പോൾ ഇത് വരും 100 × 10⁻³ Nm/mm². ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, ഇവിടെ വാല്യൂ ഞാൻ കൊടുക്കണം കേട്ടോ. 100 × 10⁻³ Nm/mm². ഓക്കെ, സോ ഇത് വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 0.1887 millimeter. സോ ഡെൽറ്റ എല്ലിൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്തു, കിട്ടി. ഓക്കെ, സോ എല്ലാ വാല്യൂസും നമുക്ക് എന്ത് ചെയ്തു, കിട്ടി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടതാണ് നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. Okay. A steel wire 2 meter long and 3 mm in diameter is extended by 0.75 mm due to weight suspended from the wire. Okay. If the same weight is suspended from the brass wire 2.5 meter long and 2 mm in diameter, it is elongated by 4.65 mm. Determine the modulus of elasticity of brass if that of steel is 2 × 10⁵ Nm/mm². ചോദ്യം എന്താ, ചോദ്യം എന്ന് പറഞ്ഞാൽ രണ്ട് വയർ എടുത്തു, സ്റ്റീൽ വയർ. ഒരു സ്റ്റീൽ വയറിൻ്റെ ലെങ്ത്ത് ഇതാണ്, ലെങ്ത്ത് ചോദിക്കുക, സ്റ്റീൽ വയറിൻ്റെ ലെങ്ത്ത്, സ്റ്റീൽ വയർ. ഓക്കെ, ഒരു സ്റ്റീൽ വയർ എടുത്തു. ഓക്കെ, അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. അതിൻ്റെ ലെങ്ത്ത് 2 മീറ്റർ ആണ്. ഓക്കെ, 3 mm ലെങ്ത്ത് മീറ്ററിൻ്റെ ഡയാമീറ്റർ. ഇതിൻ്റെ ചെറിയ ഡയ ഉണ്ട്, ഇവിടെ ഡയ ഉണ്ടാവും. ആ ഡയാമീറ്റർ എന്ന് പറയുന്നത് അറിയാം, ചെറിയ അളവാണ്, 3 mm. സ്റ്റീൽ വയറിൻ്റെ ഡയാമീറ്റർ 3 mm അതിൻ്റെ ലെങ്ത്ത് 2 mm ആണ്. ഓക്കെ, അത് ഒരു വെയിറ്റ് സസ്പെൻഡ് ചെയ്തു. അതും ഒരു വെയിറ്റ് ഞാൻ എന്ത് ചെയ്തു, ഒരു വെയിറ്റ് ഞാൻ സസ്പെൻഡ് ചെയ്തു. ഇതേ വെയിറ്റ് സസ്പെൻഡ് ചെയ്തു. അത് W എന്ന് വിചാരിക്കുക. ഓക്കെ, വെയിറ്റ് ഞാൻ ഇത് സസ്പെൻഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഇതിന് എക്സ്റ്റൻഷൻ സംഭവിക്കും. ഈ വയറിന് സംഭവിക്കും, കുറച്ച് ലെങ്ത് കൂടും അല്ലേ. ഇത്രയും ലെങ്ത് ഇത്ര എന്ത് ചെയ്യും, കുറച്ച് ലെങ്ത് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അത് തന്നിട്ടുണ്ട് എത്രയാ, അതിൻ്റെ വാല്യൂ 0.75 തന്നിട്ടുണ്ട്. സോ ഇത് ഒന്നാമത്തെ കണ്ടീഷൻ. ഇത് സ്റ്റീൽ വയറാണ്, സ്റ്റീൽ വയർ, ഒന്നാമത്തെ കണ്ടീഷൻ. ഓക്കെ, ആദ്യം 2 മീറ്റർ ആയിരുന്നു. ഓക്കെ, എന്നിട്ട് എത്ര എക്സ്റ്റെൻഡ് ചെയ്തു, 0.75. അതായത് ആദ്യം 2 മീറ്റർ ആയിരുന്നു, പിന്നെ 2 മീറ്റർ എന്താ, 2 മീറ്റർ എന്ന് പറഞ്ഞാൽ 2,000 mm. ഓക്കെ, പിന്നെ എന്തായി, ഞാൻ വെയിറ്റ് സസ്പെൻഡ് ചെയ്തപ്പോൾ എന്തായത് 2,000.75 mm ആയിട്ട് കൂടി. അതായത് 0.75 എന്ത് ചെയ്തു, ലെങ്ത് കൂടി. അതാണ് കാണിക്കുന്നത്, അതാണ് കാണുന്നത്. 0.75 mm ഇൻക്രീസ് ചെയ്തു. എങ്ങനെ, വെയിറ്റ് സസ്പെൻഡ് ചെയ്തപ്പോൾ. ഓക്കെ, വെയിറ്റ് സസ്പെൻഡ് ചെയ്തപ്പോൾ എന്താ, 0.75 mm കൂടി. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഇനി എന്താ പറയുന്നത് അവർ നോക്കൂ. ഇഫ് ദ സെയിം വെയിറ്റ് സെയിം തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല, വെയിറ്റ് സെയിം തന്നെ, വെയിറ്റ് സെയിം ആണ്, സസ്പെൻഡ് ചെയ്തു. എന്താ, ഞാൻ സ്റ്റീൽ മാറ്റി, പിന്നെ ഇവിടെ ബ്രാസ് വയർ എടുത്തു. ഓക്കെ, ബ്രാസ് വയറിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട്. എത്രയാ, 2.5 മീറ്റർ ആണ് കേട്ടോ. 2.5 മീറ്റർ ലെങ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, സെയിം വെയിറ്റ് എന്താണ്, വെയിറ്റ് സെയിം തന്നെയാണ്. അതേ വെയിറ്റ് തന്നെ എന്ത് ചെയ്തു, ഞാൻ ബ്രാസ് വയറിൽ സസ്പെൻഡ് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി, അതിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഡയമീറ്റർ തന്നത് എത്രയാ, 2 മീറ്റർ. ഓക്കെ, 2 mm 2 മില്ലിമീറ്റർ ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഇത് മില്ലിമീറ്റർ ആണ്, ഇത് മീറ്റർ ആണ്, ഡൗട്ട് വരരുത് കേട്ടോ. ഓക്കെ, അങ്ങനെ ചെയ്തപ്പോൾ ഡയമീറ്റർ ഉള്ളത് സസ്പെൻഡ് ചെയ്തപ്പോൾ അതിന് എത്ര, 4.65 mm ഇത് എലോങ്ങേറ്റ് ചെയ്തു. അതായത് ആദ്യം 2.5 ആയിരുന്നു, അത് എലോങ്ങേറ്റ് ചെയ്തു, കുറച്ച് ലെങ്ത് കൂടി അല്ലേ. ഇത് ഇത്രയായിരുന്നു, കുറച്ച് ലെങ്ത് എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. ആ ഇൻക്രീസ് ലെങ്ത് എത്രയാ, അത് 4.65 ആണ്. സോ ഈ ഡെൽറ്റ എൽ എത്രയാ, 4.65 ആണ്. അത് mm. സോളർ ആണെങ്കിൽ ഇപ്പോൾ 2.5 മീറ്റർ ആണ്. എത്ര mm ആ, 2500 mm ആണ്.
അല്ലേ? എത്ര കൂടി? MM ആണ്. സോ 2500 പ്ലസ് എത്ര കൂടി? 4.65 കൂടി. അപ്പൊ എത്ര ബാക്കി? 2504.65 mm ആയിട്ട് കൂടി. അപ്പൊ കൂടി എത്രയാ? 4.65 ആണ് കൂടിയത്. അതാണ് തന്നത്. സോ നമുക്ക് കിട്ടിയ വാല്യൂ ഡെൽറ്റ, ഇതിന്റെ ഡെൽറ്റ എൽ ആണ് എന്ത്? ചേഞ്ച് ലെങ്ത്, എത്ര കൂടി എന്നുള്ളത്. സോ ഡെൽറ്റ എൽ നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രാസിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്, എലോങ്ങേഷൻ തന്നില്ല, എല്ലാം തന്നിട്ടുണ്ട്. ഇതാണ് ചോദ്യം. ചോദ്യം എന്താ ഇനി? ഡിറ്റർമൈൻ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ബ്രാസ്. ഇതിന്റെ ബ്രാസ്, ഇതാണ് ബ്രാസ്. ഓക്കെ, ബ്രാസിന്റെ ഈ ബ്രാസ് EB എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ആര്? ബ്രാസ്. ബ്രാസിന്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കണം. പക്ഷെ നമുക്ക് എന്തെന്നുണ്ട്? അതെ, ഇവിടെ തന്നിട്ടുണ്ട്, സ്റ്റീലിന് തന്നിട്ടുണ്ട്. സ്റ്റീൽ ES തന്നിട്ടുണ്ട്. എത്രയാ? സ്റ്റീലിന്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെ? ES എന്താ? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സ്റ്റീലിന്റെ. ഓക്കെ, തന്നിട്ടുണ്ട്. എനിക്ക് കണ്ടുപിടിക്കേണ്ടതാണ് EB ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഇത്രയും ഡാറ്റ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? സെയിം നമ്മൾ വേറെ ഇക്വേഷൻ ഒന്നും പഠിക്കണ്ട, നമ്മൾ പഠിച്ച ഇക്വേഷൻ തന്നെയാണ്. അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക? ചെയ്യാൻ പോകണം. അപ്പൊ നമ്മൾ ആദ്യം ഗിവൺ ഡാറ്റാസ് എടുത്താൽ പോകണം കേട്ടോ. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഗിവൺ ഡാറ്റാസ് ആണ്. ഓക്കെ, ഞാൻ ആദ്യം സ്റ്റീലിൽ എഴുതാൻ പോവാം. ഓക്കെ, റെഡ് ഫുള്ള് സ്റ്റീലാണ് കേട്ടോ. സ്റ്റീലിന്റെ ഗിവൺ ഡാറ്റ എന്താ? ലെങ്ത് ഓഫ് സ്റ്റീൽ LS എത്രയാണ്? 2 മീറ്റർ ആണ്. അപ്പൊ എന്ത് ചെയ്യണത്? 2 മീറ്റർ ആണ്. 2 × 10⁻³ 2000 അല്ലെ? 2000 എന്തായി? മില്ലിമീറ്റർ കൺവേർട്ട് ചെയ്തു. ഓക്കെ, അതുപോലെ ഡയാമീറ്റർ ഓഫ് സ്റ്റീൽ എത്രയാ? 3 മില്ലിമീറ്റർ ആണ്. ഡയാമീറ്റർ ആണ് സ്റ്റീൽ. ഓക്കെ, സ്റ്റീലിന്റെ ക്രോസ് സെക്ഷൻ എന്താ? വയർ ഇങ്ങനല്ലേ വരാ? ചെറിയ വയർ ഞാൻ വലുതാക്കി കാണിച്ചു കേട്ടോ. അപ്പൊ ഈ ഡയാമീറ്റർ തന്നെ അല്ലെ? ഈ ഡയാമീറ്റർ തന്നെ, അതാണ് D തന്നെ. എത്രയും 3. അപ്പൊ ക്രോസ് സെക്ഷൻ ഏതാ? ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ക്രോസ് സെക്ഷൻ സർക്കിൾ ആണ്. സോ സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം അല്ലേ? സോ ഏരിയ എന്ത് ചെയ്യുക? നമ്മൾ ഏരിയ കണ്ടുപിടിക്കുക. ഓക്കെ, അവിടെ വെക്കുക. എന്ത് ചെയ്യുക? DS തന്നു. പിന്നെ എന്താ? ഡെൽറ്റ LS അല്ലേ? ഡെൽറ്റ LS എന്താ? ഡെൽറ്റ LS വന്നാൽ എത്രയാ? 0.75 mm. ചേഞ്ച് ഇൻ ലെങ്ത് തന്നിട്ടുണ്ട്. അതുപോലെ എന്തുണ്ട്? ES തന്നിട്ടുണ്ട്. ES എത്ര എന്താണ്? ESന്റെ വാല്യൂ 2 × 10⁻⁵ Nm/mm² തന്നിട്ടുണ്ട്. അപ്പൊ സ്റ്റീലിന്റെ ഡാറ്റാസ് ഉള്ളിൽ എഴുതി. അപ്പോ MM, ഇവിടെ MM എല്ലാ MM ആണ്. ഓക്കെ, എന്റെ കറക്റ്റ് ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാ? ബ്രാസിന്റെ വാല്യൂസ് എഴുതാം. ബ്രാസ് ഇത് LS അല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യാ? LB എടുത്തു. ലെങ്ത് ഓഫ് ബ്രാസ് LB എത്രയാണ്? ലെങ്ത് ഓഫ് ബ്രാസ് 2.5 മീറ്റർ ആണ്. എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. സോ 2.5 × 10⁻³ മില്ലിമീറ്റർ. ഓക്കെ, പിന്നെ ഡയാമീറ്റർ ഓഫ് ബ്രാസ്, ഡയാമീറ്റർ എത്രയാണ്? 2 mm അല്ലേ? 2 mm ഡയാമീറ്റർ. സോ 2 mm ഡയാമീറ്റർ കിട്ടി. ഡെൽറ്റ LS, സോറി LS അല്ല, LB ആണ്. ഡെൽറ്റ L ലെങ്ത് ഓഫ് ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് ബ്രാസ്, അതായത് എലോങ്ങേഷൻ ഓഫ് ബ്രാസ് തന്നിട്ട് എത്രയാ? 4.65 mm. ഓക്കെ, ഇത്രയും. പിന്നെന്താ? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? EB ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? യങ്സ് മോഡുലസ് ഓഫ് EB ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇത് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരേ ഒരു ഇക്വേഷൻ ആണ് എന്ത്? നമ്മുടെ ഡെൽറ്റ എല്ലിന്റെ ഇക്വേഷൻ. ഓക്കെ, നമുക്ക് പറയാം കുറെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇക്വേഷൻ എന്ത്? ഡെൽറ്റ എല്ലിന്. ഏതാ ഡെൽറ്റ എല്ലിന്റെ ഇക്വേഷൻ? ഡെൽറ്റ L = കോമൺ ഇക്വേഷൻ എന്താ? ഡെൽറ്റ L = PL/A. ഇതാണ് നമ്മുടെ കോമൺ ഇക്വേഷൻ. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് സ്റ്റീൽ എടുക്കുക. സോറി, ഫസ്റ്റ് സ്റ്റീൽ എടുക്കുക. സ്റ്റീലിന്റെ എന്ത് ചെയ്യുക? നമുക്കറിയാം ഇവിടെ വെയിറ്റ് സെയിം ആണ്. സെയിം വെയിറ്റിന് എന്ത് ചെയ്യണം? ഇവിടെയും സസ്പെൻഡ് ചെയ്യണം അല്ലേ?
സെയിം വെയിറ്റ് ആണ് ഇവിടെ എന്ത് ചെയ്യണേ, സസ്പെൻഡ് ചെയ്തണേ. സോ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം വെയിറ്റ് ആണ്, വെയിറ്റ് ആണ് നമ്മുടെ എന്ത് ലോഡ്, അതായത് വെയിറ്റും ലോഡൊക്കെ എന്താണ്, പിയും ഡബ്ല്യു ഒക്കെ എന്താണ്, ലോഡൊക്കെ എന്താ സെയിം ആണ് അല്ലെ, പി ലോഡ് തന്നെയാണ്, വെയിറ്റ് ലോഡ് തന്നെയാണ്. സോ പി ഈക്വൽ ടു എന്താ, ഡബ്ല്യു തന്നെയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷനിൽ ഡെൽറ്റ എൽ അറിയാം, അത് ഡെൽറ്റ എൽ ഓഫ് സ്റ്റീൽ നമുക്കറിയാം. ഓക്കെ, വെയിറ്റ് അറിയോ, ഇല്ല. ലെങ്ത് ഓഫ് സ്റ്റീൽ അറിയാം, എത്രയാ ലെങ്ത് ഓഫ് സ്റ്റീൽ, ഇത് ഡിവൈഡ് ബൈ ഏരിയ കണ്ടുപിടിച്ചോടെ, ഏരിയ കണ്ടുപിടിക്കാം, ഇൻറ്റു ഈ തന്നുണ്ട്, ഈ എത്രയാ 210. അപ്പോൾ ഇതിന്ന് നമ്മൾ പി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ പിയുടെ ഇക്വേഷൻ എന്ത് വരും, ഈ ടേം ഇവിടേക്ക് വരും, ഈ ടേം താഴത്തേക്ക് പോകും അല്ലേ, പിയുടെ ഒപ്പം കിടക്കുന്ന ഈ ടേം ഇപ്പുറത്തേക്ക് പോകും. അപ്പോൾ എന്ത് വരും, പി ഈക്വൽ ടു ഡെൽറ്റ എൽ എസ്, പി ഈക്വൽ ടു ഡെൽറ്റ എൽ എസ് ഇൻറ്റു എ എസ്, ഏരിയ ഓഫ് സ്റ്റീൽ, ഇൻറ്റു ഇ എസ് ഡിവൈഡ് ബൈ. ഓക്കെ, നമുക്ക് പിന്നെ എന്തുണ്ട്, ഇവിടെ എൽ എസ് ഉണ്ട് അടിയിൽ. അപ്പോൾ എന്തൊരു അടിയിൽ, എൽ എസ് ലെങ്ത് ഓഫ് സ്റ്റീൽ. അതായത് നമ്മുടെ ബേസിക് ഇക്വേഷൻ ഇതാണ്. ബേസിക് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു, ഈ ഇക്വേഷൻ മാറ്റി എഴുതി. കാരണം നമുക്ക് പി ആണ് അറിയാത്ത, ബാക്കി എല്ലാ ടേമും അറിയാം. സോ ഏതാണ് അറിയാത്തത് അതൊന്ന് നമ്മൾ എന്ത് ചെയ്യാൻ കണ്ടുപിടിക്കാൻ പോവാണ്. സോ പി അറിയില്ല, സോ ഞാൻ എന്ത് ചെയ്തു, പി എടുത്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യാൻ പോവാ, വാല്യൂസ് ഇടാൻ പോവാണ്. എന്താ ഡെൽറ്റ എൽ എസ്, ഡെൽറ്റ എൽ എസിന്റെ വില എത്രയാ, 0.75 ഇൻറ്റു ഏരിയ എന്താ, π/4 ഇൻറ്റു ഡി സ്ക്വയർ. ഡി എത്രയാ, ഡി നമുക്കറിയാം എത്രയാ, 3 mm അല്ലേ, ഡി എത്രയാണ്, 3 mm. സോ 3 mm ഡി സ്ക്വയർ ആണ് അല്ലേ, അപ്പോൾ 3 സ്ക്വയർ ഇൻറ്റു ഇ എസ് എന്നുണ്ട് അല്ലേ, എത്രയാ 2 ഇൻറ്റു 10⁵ ഓൾ ഡിവൈഡ് ബൈ എന്ത് ചെയ്യുക, എൽ എസ്. എൽ എസ് എത്രയാണെന്നാണ്, എൽ എസ് 2 എൽ എസ് അറിയാം 10⁵ ആണ് കേട്ടോ, 10⁵. ഓൾ ഡിവൈഡ് ബൈ 2 മീറ്റർ 2000 mm, അത് 2 ഇൻറ്റു 10⁵3 mm. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, പിയുടെ വാല്യൂ കിട്ടും. ഇത് അറൗണ്ട് 530.1 ന്യൂട്ടൺ തന്നെയാണ്. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി, പി കിട്ടി. എടാ ഇവിടെ കിട്ടിയ പി ആണ്, ഇതാണ് നമുക്ക് കിട്ടിയ പി, ഡബ്ല്യു ആണ് എന്ത്, പി. സോ നമുക്ക് എന്ത് കിട്ടി, ഇവിടെ 530 ന്യൂട്ടൺ കിട്ടി. ഇതേ സെയിം വാല്യൂ തന്നെയല്ലേ, ഇതേ സെയിം വാല്യൂ തന്നെയല്ലേ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യണേ, വെയിറ്റ് മാറണ്ട ഇല്ല. സോ അപ്പൊ ഇവിടുത്തെ വെയിറ്റ് എന്താ വരാ, ഇവിടുത്തെ വെയിറ്റും 530 ന്യൂട്ടൺ തന്നെ വരും അല്ലെ, ഇവിടെ 530 ഉപയോഗിക്കുന്നത്. സോ സെയിം വെയിറ്റ് നമ്മൾ എടുക്കണം, ചോദ്യത്തിൽ പറയുന്നുണ്ട് സെയിം വെയിറ്റ്. ഇഫ് സെയിം വെയിറ്റ് ഞാൻ തൂക്കിയിട്ടുണ്ടെങ്കിൽ എത്ര, അതിന്റെ ഈ വാല്യൂ വേണ്ടേ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 530 ആണ്. സോ അതേ വാല്യൂ നമ്മൾ ഇത് എടുത്തു 530. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടുത്തെ കണ്ടുപിടിച്ചോടെ, ബ്രാസ് കണ്ടുപിടിക്കാൻ നമ്മുടെ ഇക്വേഷൻ എന്താ, ഇക്വേഷൻ എന്തായിരുന്നു, ഡെൽറ്റ എൽ ഓഫ് ബി ഈക്വൽ ടു PL/AE. ഓക്കെ, ലെങ്ത് ഓഫ് ബ്രാസ്, ഏരിയ ഓഫ് ബ്രാസ്, EB. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ, EB ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ EBനെ മുകളിലേക്ക് കൊണ്ടുവരാ. സോ ഡെൽറ്റ എൽ ബി ഇങ്ങോട്ട് വരും, താഴത്തേക്ക് ഒരു സമത്തിനപ്പുറം പോകുമ്പോൾ. അപ്പൊ എങ്ങനെ എഴുതാം, EB ഈക്വൽ ടു P ഇൻറ്റു LB ഡിവൈഡ് ബൈ AB ഇൻറ്റു എന്ത് വരും, ഡെൽറ്റ LB. പി എന്താ, പി നമുക്ക് കിട്ടിയേണ്ട എന്താ, 530 സെയിം തന്നെയല്ലേ, സെയിം വെയിറ്റ് നമ്മൾ എടുക്കണം. സോ 530.1 ഇൻറ്റു ലെങ്ത് ഓഫ് ബ്രാസ് എത്രയാ, 2.5 മീറ്റർ ആണ്. അപ്പൊ എന്ത് ചെയ്യാം, 2.5 ഇൻറ്റു എന്ത് ചെയ്യാം, 10⁻³ മില്ലിമീറ്റർ ആക്കാം, ഡിവൈഡ് ബൈ ഏരിയ. ഏരിയയുടെ ഇക്വേഷൻ എന്താ, π/4 ഡി സ്ക്വയർ. ഡി എത്രയാണ്, ഡി 2 mm അല്ലേ, ഡി എത്രയാ 2. സോ 2 സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എൽ ബി എത്രയാ, 4 എത്രയായിരുന്നു, 4.65. ഓക്കെ, ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് EBയുടെ വാല്യൂ എന്ത് കിട്ടും, ഇത് ചെയ്യുമ്പോൾ EBയുടെ വാല്യൂ അറൗണ്ട് 0.907 ഇൻറ്റു 10⁵5 ന്യൂട്ടൺ പെർ mm² എന്ന വാല്യൂ നമുക്ക് കിട്ടും. സോ നമ്മുടെ ആൻസർ എന്തായി കിട്ടി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. ഓക്കെ, ഇത് മാത്രമേ ചോദിച്ചുള്ളൂ, വേറെ ചോദിച്ചിട്ടില്ല, ഇല്ല വേറെ ചോദിച്ചിട്ടില്ല. സോ ഇതാണ് നമ്മുടെ എന്ത് ഫൈനൽ ആൻസർ വരാം. ജസ്റ്റ് നോക്കാം, നോക്കാം. എ സർക്കുലർ ബാർ ഓഫ് ലെങ്ത് 450 mm. ഓക്കെ, സോ ലെങ്ത് എന്നുണ്ട് എത്രയാ, 450 mm എന്നാണ് ഞാൻ എഴുതി. 10 mm in diameter for the first 200 mm length and 20 mm diameter in
ഫോർ ദി റിമൈനിങ് ലെങ്ത്. ഓക്കെ, അതാണ് നമ്മുടെ പോയിന്റ്. അതായത് ഒരു ബാർ എടുത്തു, അതിൻ്റെ ലെങ്ത് എത്രയാ? 450 mm എന്നാണ്. ഓക്കെ, പക്ഷെ ഇത് ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ എന്താ, ഇവിടെ എല്ലായിടത്തും ഒരേ ഡയാമീറ്റർ അല്ല. ഇവിടുത്തെ എല്ലായിടത്തും ഒരേ ഡയാമീറ്റർ അല്ല. എന്താ, ഫസ്റ്റ് കണ്ട, ഫോർ ദ ഫസ്റ്റ് 200 mm ലെങ്ത്തിൽ എത്രയാ? 10 mm ഡയാമീറ്റർ എന്നാണ്. അതായത് ഇതിങ്ങനെ വരും. ആദ്യത്തെ 200, 450 ആദ്യത്തെ 200 ലെങ്ത്ത്, 200 ലെങ്ത്ത്. സോ 200 mm ലെങ്ത്ത് എടുത്തു. ഇത്ര ലെങ്ത്തിൽ ഇത്രയും ഡയാമീറ്റർ എത്ര? 10 mm. ഇവിടെ 10 mm ഡയാമീറ്റർ. സോ ഞാൻ ഈ സെക്ഷൻ 1 എന്ന് കൊടുത്തു, സെക്ഷൻ 1 എന്ന് കൊടുത്തു. പിന്നെന്താ, ആൻഡ് 20 mm in diameter for the remaining length. ബാക്കി 200 ബാക്കി എത്രയുണ്ട്? 450 200 ഭാഗം പോയി. അവിടെ ഡയമീറ്റർ എത്രയാ? 10 തന്നു. ബാക്കി എത്ര വരുന്നുണ്ട്? ബാക്കി 250. 250 എത്ര ഡയമീറ്റർ തന്നെ? 250 എത്ര വരുന്ന ഡയമീറ്റർ? 250 20 mm ഡയമീറ്റർ. അപ്പൊ എങ്ങനെ വരും ഫിഗർ? ഇതേ ഇങ്ങനെ വരും ഫിഗർ. ഓക്കെ, ബാക്കി 250 mm എന്തായി? 250 mm ഡയാമീറ്റർ കൂടി. 2 സെക്ഷനായിട്ട് മാറി. മുമ്പ് നമ്മൾ ഇതുവരെ ചെയ്ത് എന്തായിരുന്നു? ഒറ്റ സെക്ഷൻ ആയിരുന്നു ഫുള്ള്. ഇപ്പൊ ഇവിടെ എന്താ വന്നത്? ഇവിടെ 2 സെക്ഷനായി. അതായത് ആദ്യത്തെ 200 mm ലെങ്ത്തില് ഡയാമീറ്റർ 10 ആണ്. ആദ്യത്തെ ഈ സെക്ഷനിലെ ഡയാമീറ്റർ എത്രയാണ്? 10 mm ആണ്. ഓക്കെ, പിന്നത്തെ ബാക്കി സെക്ഷനിലെ ഡയാമീറ്റർ ഈ ഡയാമീറ്റർ എത്രയായി? ബാക്കി സെക്ഷൻ ഡയാമീറ്റർ എത്രയാ? 20 mm ആണ്. ചോദ്യം എന്താ? ഇഫ് ദി ബാർ ഈസ് സബ്ജക്ട് ടു എൻ ആക്സിയൽ കംപ്രസീവ് ലോഡ് ഓഫ് 10 kN. കംപ്രസീവ് ലോഡാണ്. അപ്പൊ എങ്ങനെ വരും ലോഡ് എങ്ങനെ വരും? ലോഡ് ഇങ്ങനെ വരും. കംപ്രസീവ് ലോഡ് അല്ലേ? അപ്പോൾ പുഷ് ലോഡാണ്, പുഷ് ചെയ്യാണ് അല്ലേ? ഇങ്ങനത്തെ ലോഡ് കംപ്രസീവ് ആയ കാരണം ഇങ്ങനെ വരും, ഈ ഡയറക്ഷൻ വരും. അതായത് ഉള്ളിലേക്ക് എന്ത് ചെയ്യും? കംപ്രസ് ചെയ്യും. ആ വാല്യൂ എത്ര എന്ന് പറഞ്ഞാൽ, കംപ്രസ് ചെയ്യുന്ന ലോഡിന്റെ വാല്യൂ എത്ര എന്ന് പറഞ്ഞാൽ 10 kN ആണ്. 10 kN ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും? 10 kN ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിൻ ദി റിഡക്ഷൻ ഓഫ് ലെങ്ത് ഓഫ് ബാർ. എത്ര ഇത് ആദ്യം ഇത്ര ലെങ്ത് 450 ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ കംപ്രസ് ചെയ്യുമ്പോഴത്തേക്കും 450 കുറയും അല്ലെ? ഇതിനകത്ത് വാല്യൂ കുറയും. ആ വാല്യൂ എത്ര കുറഞ്ഞു? 450 എത്ര കുറഞ്ഞു? റിഡക്ഷൻ ലെങ്ത് ആണ് എന്താണ് കണ്ടുപിടിക്കുക. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡെൽറ്റ എൽ, ചേഞ്ച് ഇൻ ലെങ്ത് ആണ്. എത്ര കുറഞ്ഞു അതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, മോഡുലസ് ഓഫ് വെലോസിറ്റി തന്നിട്ട് എത്രയാ? 2 × 10⁵ ആണ്. നോക്കിക്കോട്ടെ, സർക്കുലർ ബാറാണ്. ബാറില് ഇപ്പൊ ഇത് സ്റ്റീൽ ആണെങ്കിൽ, ഇപ്പൊ ഒന്നാമത്തെ സെക്ഷൻ സ്റ്റീൽ ആണെങ്കിൽ രണ്ടാമത്തെ സെക്ഷൻ സ്റ്റീൽ തന്നെയാണ്. കാരണം അത് പറഞ്ഞിട്ടില്ലേ, വേറെ 2 മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടില്ലേ. നമുക്ക് എന്താ പറയണേ? മൊത്തം സ്റ്റീൽ തന്നെയാണ്. പക്ഷെ ആദ്യത്തെ 200 mm എന്താണ് ഡയാമീറ്റർ 10 mm ഉള്ളൂ. ബാക്കി 250 mm എന്താ ഡയാമീറ്റർ 20 mm ആണ് തന്നിട്ടുണ്ട്. അതാണ് മെയിൻ കണ്ടീഷൻ. ബാക്കി നമുക്ക് മെറ്റീരിയൽ ഫുൾ എന്താണ്? സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. സ്റ്റീൽ ആണെങ്കിൽ സ്റ്റീലാണ്, കാസ്റ്റ് ആണെങ്കിൽ കാസ്റ്റേൺ ആണ്, അതുപോലെ തന്നെ ബ്രാസ് ആണെങ്കിൽ ബ്രാസ് ആണ്. ഞാനിവിടെ സ്റ്റീൽ എന്ന് പറയാൻ കാരണം എന്താ? സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ട മോഡുലസ് ഓഫ് ആ ഇയുടെ വാല്യൂ ആണ്. 2 × 10⁵ ആണെങ്കിൽ അത് എപ്പോഴും എന്തായിരിക്കും? സ്റ്റീലിന്റെ ഇയുടെ വാല്യൂ ആണ്. അതുകൊണ്ട് ഞാൻ സ്റ്റീൽ എന്ന് പറയാൻ കാരണം. സോ ഇ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ബാക്കി വാല്യൂസ് ഒക്കെ എന്താണ്? ചേഞ്ച് വരും അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് നോക്കാം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എത്ര സെക്ഷൻ ഉണ്ട്? 2 സെക്ഷൻ ഉണ്ട് അല്ലെ? എത്ര സെക്ഷൻ ഉണ്ട്? 2 സെക്ഷൻ ഉണ്ട്. സെക്ഷൻ 1ഉം സെക്ഷൻ 2ഉം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു ഡെൽറ്റ എൽ വരും അല്ലെ? ഡെൽറ്റ L1 വരും. ഇവിടെ എന്ത് വരും? ഇവിടെ ഒരു റിഡക്ഷൻ വരും, ഡെൽറ്റ L2. അതായത് ഫസ്റ്റ് സെക്ഷനിലെ ഒരു റിഡക്ഷൻ വരും, മെറ്റീരിയൽ റിഡക്ഷൻ ചെയ്യും. അതുപോലെ സെക്കൻഡ് സെക്ഷൻ എന്ത് ചെയ്യും? റിഡക്ഷൻ ചെയ്യും. ആ റിഡക്ഷൻ വാല്യൂ ആണ് എന്ത്? ഡെൽറ്റ L1 ഡെൽറ്റ L2. ഇത് രണ്ടും എന്ത് ചെയ്യുക? കൂട്ടുക. അപ്പൊ എന്ത് ചെയ്യും? എനിക്ക് ടോട്ടൽ റിഡക്ഷൻ കിട്ടും. ഓക്കെ, ഇത് രണ്ടും കൂട്ടുമ്പോൾ എന്ത് ചെയ്യും? ടോട്ടൽ. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഇക്വേഷൻ, നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? നമുക്ക് ഡെൽറ്റ എൽ ഈക്വൽ ടു എന്താ? ഡെൽറ്റ L1 ഫസ്റ്റ് സെക്ഷന്റെ എത്ര ഇത് വന്നു പ്ലസ് എന്ത് ചെയ്യാം? ഡെൽറ്റ L2.
ഓക്കെ, ഇതായിരിക്കും നമ്മുടെ എന്ത് ചെയ്യുക ടോട്ടൽ ഇലോങ്ങേഷൻ. അതാണ് റിഡക്ഷൻ. എത്ര റിഡക്ഷൻ ഇലോങ്ങേഷൻ എന്ന് പറഞ്ഞാൽ എത്ര കുറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ആദ്യം ഡെൽറ്റ L1 കണ്ടുപിടിക്കണം, പിന്നെ ഡെൽറ്റ L2 കണ്ടുപിടിക്കണം. നമുക്കറിയാം എന്താണ് ഡെൽറ്റ എല്ലിന്റെ ഇക്വേഷൻ, എന്താ PL/AE. PL/AE. ഓക്കെ, ഇനി ഞാൻ ഗിവൺ ഡാറ്റാസ് തരാം. അപ്പൊ ഇതാണ് എന്റെ ഇക്വേഷൻ, മെയിൻ ഇക്വേഷൻ ഇതാണ്. സോ അപ്പൊ ഞാൻ എന്ത് ചെയ്യുക, ഗിവൺ ഡാറ്റാസ് എടുത്ത് എഴുതാൻ പോവാണ്. നോക്കിക്കോ, ഫസ്റ്റ് എന്താ നമുക്ക് തന്നെ ലെങ്ത് തന്നിട്ടുണ്ട് അല്ലേ. ആദ്യത്തെ ഞാൻ സെക്ഷൻ എടുത്തത് സെക്ഷൻ 1 എടുത്തു. ഞാൻ ഫസ്റ്റ് എടുക്കുമ്പോൾ സെക്ഷൻ 1 ആണ്. സെക്ഷൻ 1 സെക്ഷൻ 1 ലെങ്ത് എത്രയാടാ? സെക്ഷൻ 1 അത് L1 ഇട്ടു കേട്ടോ. സെക്ഷൻ 1 ലെങ്ത് എത്രയാ? 200 mm. ടോട്ടൽ ലെങ്ത് ആണ് 450. സെക്ഷൻ 1 മാത്രം എത്രയാ? 200 mm. ഡയാമീറ്റർ ഓഫ് സെക്ഷൻ 1 എത്രയാ? അത് 10 mm. ഓക്കെ, എന്താണ് ഈയുടെ വാല്യൂ? സെയിം അല്ലേ, 2 × 10⁵ Nm/mm². ഡൗട്ട് ഉണ്ടോ? ഇല്ല, ഈയുടെ വാല്യൂ സെയിം തന്നെയാണ്. അതുപോലെ എന്ത് സെയിം ആണ്? പിയും സെയിം അല്ലേ. ലോഡ് ഇവിടെയും 10 ഇവിടെയും 10 അല്ലേ, 10 മാറ്റില്ലല്ലോ. എല്ലായിടത്തും അപ്ലൈ ചെയ്യണ എത്രയാണ്? 10 ആണ്. സോ 10 കിലോ ന്യൂട്ടൺ ആണ്. എന്താക്കണം? ന്യൂട്ടൺ ആക്കണം. സോ 10 × 10⁻³ ന്യൂട്ടൺ. ഓക്കെ, സോ ഇയും പിയും എന്താണ്? സെയിം ആണ്. ഇയും പിയും എന്താണ്? സെയിം ആണ്. ഇയുടെ വാല്യൂ സെയിം ആണ്, പിയുടെ വാല്യൂ സെയിം ആണ്. ഇനി ഞാൻ സെക്ഷൻ 2 കൊടുത്തു. സെക്ഷൻ 2ന്റെ എൽ വാല്യൂ എത്രയാണ്? L2 ഇട്ടു കേട്ടോ. L2 250 mm. 250 mm. ഓക്കെ, അതുപോലെ തന്നെ D2 ഡയാമീറ്റർ ഓഫ് 2 എത്ര വന്നു? 20 mm. അതുപോലെ ഈയുടെ വാല്യൂ എന്താണ്? സെയിം ആണ്. അത് 2 × 10⁵ Nm/mm² ആണ്. പി എന്താ? പിയും സെയിം അല്ലേ, 10 കിലോ ന്യൂട്ടൺ ആണ്. അപ്പൊ എന്ത് ചെയ്യാം, 10 × 10⁻³ ന്യൂട്ടൺ ആണ്. ഓക്കെ, സോ ഇവിടെ എന്തൊക്കെ സെയിം ആണ്? ഇവിടെ ഈ സെയിം ആണ്, ഇവിടെ ഈ സെയിം ആണ്, ഇവിടെ പി സെയിം ആണ്, ഇവിടെയും പി സെയിം ആണ്. സോ ഇയും പിയും സെയിം ആണ്. ഓക്കെ, എന്തായിരുന്നു ഡെൽറ്റയുടെ ഇക്വേഷൻ? എന്തായിരുന്നു? ഡെൽറ്റ എൽ. ഈ സെക്ഷനിൽ നിന്ന് ഡെൽറ്റ L1 ആണ് പിടിക്കുമ്പോൾ ഡെൽറ്റ L1 ഈക്വൽ ടു എന്താ? പി സെയിം ആണ്. സോ പി ഞാൻ ഇട്ടു. PL1 എന്ത് ചെയ്യാം? PL/A അല്ലേ. സോ AE. ഏരിയ സെയിം ആണോ? അല്ല, ഇവിടെ ഏരിയ വ്യത്യാസം ഉണ്ട്. ഇവര് ഇത്ര ഏരിയ ആണ് ഏരിയ വരണേ. ഇവിടെ എന്ത് വരുന്നു? ഇവിടെ ഇത്ര ഏരിയ വരുന്നുണ്ട്. സോ ഏരിയ വ്യത്യാസം ഉണ്ട്. സോ PL/AE. സോ A2 എന്ന് ഇടാം. ഇതിന് ഇ സെയിം അല്ലേ, ഇയും സെയിം ആണ്. സോ പിയും സെയിം ആണ്, ഇയും സെയിം ആണ്. സെയിം അല്ല, പിയും കോൺസ്റ്റന്റ് ആണ്, ഇയും കോൺസ്റ്റന്റ് ആണ്. കാരണം പി ഇവിടെ 10 തന്നെയാണ്, എല്ലായിടത്തും 10 തന്നെ അപ്ലൈ ചെയ്യണം. ഇനി ഡെൽറ്റ L1 നോക്കുക. ഡെൽറ്റ L1. സോ ഡെൽറ്റ L2 ഈ സെക്ഷൻ എടുക്കുക. ഡെൽറ്റ L2 എന്ത് ചെയ്യാം? P × L2/A2E. കാരണം പി എത്രയാ? മുമ്പത്തേതുപോലെ പി എത്രയാ? 10 തന്നെയാണ്. ഇയുടെ വാല്യൂ സെയിം തന്നെയാണ്. സോ ബാക്കി ചേഞ്ച് ചെയ്യണത് L2 ചേഞ്ച് ആവും, A2 ചേഞ്ച് ആവും. ഏരിയ എന്താണ്? π/4d² ആണ് കേട്ടോ. സോ ഒന്നല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഈ സെക്ഷന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതായത് ഡെൽറ്റ L1 വാല്യൂ കണ്ടുപിടിക്കുക. ഇങ്ങനെ സാധാരണ നമ്മൾ ഇക്വേഷൻ പോലെ 10 × 10⁻³ L1 എത്രയാ? 200 A2 π/4 A2ന്റെ വാല്യൂ എന്താ? π/4d². D എത്ര പറഞ്ഞേ? 10² ഇയുടെ വാല്യൂ എത്രയാ? 2 × 10⁵. ഇങ്ങനെ എന്ത് ചെയ്യുക? സെപ്പറേറ്റ് കണ്ടുപിടിക്കുക. ഏത്? ഡെൽറ്റ L1ന്റെ വാല്യൂ, ഡെൽറ്റ L2 എന്ത് വരുമ്പോ? ഡെൽറ്റ L2 എങ്ങനെ എഴുതും? പി എത്രയാ? പി സെയിം തന്നെ, 10 × 10⁻³ L2 എത്ര വന്നു? L2 250 π/4 D എത്ര വരും? D 20². π/4d² എന്താ? ഏരിയ ആണ് കേട്ടോ. ഏരിയ ആണ്, ഏരിയയുടെ ഇക്വേഷൻ ആണ് കേട്ടോ. ഇ എന്താ? ഈ സെയിം തന്നെ, 2 × 10⁵. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് സെപ്പറേറ്റ് കണ്ടുപിടിക്കുക. അതായത് ഡെൽറ്റ L1 സെപ്പറേറ്റ് കണ്ടുപിടിക്കുക. അതുപോലെ സെപ്പറേറ്റ് കണ്ടുപിടിക്കുക. ഡെൽറ്റ L2 എന്ത് ചെയ്യുക? ഡെൽറ്റ L2 സെപ്പറേറ്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? ഡെൽറ്റ L എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ ഡെൽറ്റ എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ റിഡക്ഷൻ കണ്ടുപിടിക്കാം.
ടോട്ടൽ റിഡക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ റിഡക്ഷൻ ഡെൽറ്റ എൽ ഈക്വൽ ടു ഡെൽറ്റ L1 പ്ലസ് ഡെൽറ്റ L2. ഓക്കെ, ഇതും കൂട്ടാ ഇതും കൂട്ടാ, അങ്ങനെ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യമുള്ള ഇവിടെ തന്നെ ഇക്വേഷൻ ഫോം ചെയ്യാം. ഡെൽറ്റ എൽ ഈക്വൽ എന്താ, ഡെൽറ്റ L1 പ്ലസ് ഡെൽറ്റ L2 അല്ലേ. ഡെൽറ്റ L1 ഇക്വേഷൻ എന്താ, P ഇൻറ്റു L1 ബൈ A1E പ്ലസ് P ഇൻറ്റു L2 ബൈ A2E. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലെ പിയും ഇയും കോമൺ ആണ്, അതായത് പിയും കോമൺ ആണ് ഇയും കോമൺ ആണ്, പിയും കോമൺ ആണ് ഇയും കോമൺ ആണ്. അത് എന്ത് ചെയ്യുക, പുറത്തേക്ക് എടുക്കുക. അപ്പം എന്ത് വരും, P ബൈ ഇ ഓൾ ഡിവൈഡ് ബൈ L1 ബൈ A1 പ്ലസ് L2 ബൈ A2. ഇങ്ങനെ നമുക്ക് ചെയ്യാം, രണ്ട് രീതി ചെയ്യാം, രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. ഒന്നല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സെപ്പറേറ്റ് വാല്യൂ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക, കൂട്ടുക. സോ ടോട്ടൽ ഉണ്ട്, ഈ രണ്ടും കൂടി കൂട്ടുക. അപ്പം എന്ത് ചെയ്യും, ടോട്ടൽ റിഡക്ഷൻ കിട്ടും. അല്ലെങ്കിൽ ഈ ഇക്വേഷൻ ഇടുക, ഈ ഇക്വേഷൻ ഇട്ടിട്ട് പി ബൈ ഈ ഇക്വേഷനിൽ എന്ത് ചെയ്യുക, പിയുടെ വാല്യൂ അറിയാം, എത്രയാ, 10 ഇൻറ്റു 10⁻³ എന്ന് അറിയാം, ഡിവൈഡ് പിയുടെ വാല്യൂ എന്താ, 2 ഇൻറ്റു 10⁵ എന്ന് അറിയാം. L1 അറിയാം, എത്രയാ, L1 എന്ന് പറഞ്ഞാൽ 200 ഡിവൈഡ് ബൈ A1 എന്ന് പറഞ്ഞാൽ 5/4 ഇൻറ്റു 10² പ്ലസ് L2 എത്രയാ, L2 എന്ന് പറയുന്നത് 250 എന്ന് അറിയാം, ഡിവൈഡ് ബൈ A2 എത്രയാ, 5/4 ഇൻറ്റു 20². ഇത് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, ഞാൻ പ്രിഫർ ചെയ്യാൻ എന്തായാലും എന്താ, ഇത് ഇങ്ങനെ ചെയ്യണം. കാരണം നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഈ പുറത്തേക്ക് എടുക്കുന്ന വാല്യൂ ഒന്നും എടുക്കാൻ വലിയ പ്രശ്നം ഉണ്ടാവില്ല. സോ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂസ് ചെയ്യാം. ഓക്കെ, ഇത് രണ്ടും എന്ത് ചെയ്യാം, ഇത് രണ്ടും കൂട്ടാം. അതായത് ഇവിടുന്ന് ഒരു വാല്യൂ കിട്ടും, നമുക്ക് ഡെൽറ്റ L1 എന്നൊരു വാല്യൂ കിട്ടും. അതായത് സെക്ഷൻ 1ന്റെ ഇലോങ്ങേഷൻ, ഇതാണ് സെക്ഷൻ 1ന്റെ ഇലോങ്ങേഷൻ പ്ലസ് എന്ത് ചെയ്യുക, ഇവിടുന്ന് ഒരു വാല്യൂ കിട്ടും. ഇത് ചെയ്യും, ഈ വാല്യൂ ചെയ്യുമ്പോൾ ഇവിടുന്ന് ഒരു വാല്യൂ കിട്ടും. അതെന്ത് ചെയ്യും, ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യും. ഇതിൻ്റെ ഒപ്പം ഈ സെക്ഷൻ 2ന്റെ ഇലോങ്ങേഷൻ, വെച്ച് എന്ത് ചെയ്യുക, ആഡ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യും, ടോട്ടൽ നമുക്ക് റിഡക്ഷൻ കിട്ടും. അങ്ങനെ ചെയ്യാം. ഇത് അറൗണ്ട് നമുക്ക് ഇവിടെ ആൻസർ വരുന്നത് അറൗണ്ട് 0.1672 m ആണ് നമുക്ക് ആൻസർ. ഓക്കെ.